ഹായ് ആസ്പിറൻസ്, സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. എല്ലാ UPSC ആസ്പിറൻസിനും ഇതൊരു ടഫ് ടൈംസ് ആണ്, അറിയാം. ബട്ട് സ്റ്റിൽ എക്സാം ഈസ് ഓവർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളൊരു ഡിസ്കഷൻ നടത്തിയേ മതിയാവുള്ളൂ. ഈ പ്രാവശ്യത്തെ UPSCയുടെ ഒരു എൻറ്റയർ സൈക്കിളിനെ വി ക്യാൻ കോൾ ഇറ്റ് എസ് എ ഡ്രാമ, അല്ലേ? നത്തിങ് ഷോർട്ട് ഓഫ് എ ഡ്രാമ. UPSCയുടെ നോട്ടിഫിക്കേഷനിൽ വന്ന ഡിലേ മുതൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു കോംപ്ലിക്കേഷൻ മുതൽ ഡൂംസ് ഡേ, എക്സാം ഡേ അന്ന് പോലും ഒരു ഡ്രാമയാണ്, അല്ലേ? കംപ്ലീറ്റ് ഒരു ഡ്രാമ നമുക്ക് അതിന് ചുറ്റും നടക്കുന്നതായിട്ട് ഈക്വലം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി തുടർന്നും ആ ഒരു ഡ്രാമ വിസിബിൾ ആണ് എന്നുള്ളതാണ് സത്യം. കാര്യം ഈ പ്രാവശ്യം UPSC ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞു, ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം, ദേ ആർ റിലീസിങ് എ പ്രൊവിഷണൽ ആൻസർ കീ. പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൻസർ കീ ലാസ്റ്റ് ഇയേഴ്സിൽ അവർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ UPSC ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ ഇൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം നല്ലതാണ്, ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, കുറച്ചും കൂടി അക്കൗണ്ടബിൾ ആക്കുക, കുട്ടികൾക്കുള്ള ഗ്രീവൻസസ് പരിഹരിക്കുക. വളരെ നല്ലൊരു ഉദ്ദേശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് സൂൺ ആഫ്റ്റർ ദി എക്സാം ദേ വിൽ റിലീസ് ദി ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീ എന്നാണ് പറയുന്നത്. പക്ഷേ എക്സാം കഴിഞ്ഞു, ഇപ്പോൾ 2 days ആയി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടില്ല. മേ ബി ടുമോറോ എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണെങ്കിലും ഈ പ്രൊഫഷണൽ ആൻസർ കീക്ക് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ അക്കാഡമീസ് ഇറക്കുന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ നോക്കിയ ആളുകളുണ്ടെങ്കിലും വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ ദി പ്രൊഫഷണൽ ആൻസർ കീ. ഇനി പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആൻസർ കീയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒബ്ജെക്ഷൻസ്, നമുക്കുള്ള റിസർവേഷൻസ്, എതിർപ്പുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം UPSC തന്നെ അംഗീകരിക്കുന്നുണ്ട് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് മൈറ്റ് ബി ആംബിഗ്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തിരുത്താനായിട്ട് അവർ തയ്യാറാണ്. ആദ്യമായിട്ട് UPSC തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഞാൻ തന്നെ ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ അക്കാഡമീസിനെയും കീ നോക്കിയിട്ടുണ്ടായിരുന്നു. 12ഓളം ക്വസ്റ്റ്യൻസിന് വേരിയേഷൻസ് ഉണ്ട്. 12ഓളം ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ചോദ്യങ്ങളെങ്കിലും ചലഞ്ച് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്? പ്രൊഫഷണൽ കീ വെച്ചിട്ട് നമ്മുടെ മാർക്ക് എത്രയാണ് വരുന്നത്, അതിൻ്റെ അർത്ഥത്തിൽ കട്ട് ഓഫ് എത്രയായിട്ടാണ് നമ്മൾ വിചാരിക്കേണ്ടത്, ഇതേപോലത്തെ കുറേ ഡിസ്കഷൻസ് ആണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എതിർപ്പുകൾ, നമുക്കുള്ള ഒബ്ജെക്ഷൻസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും ആദ്യമായിട്ട് UPSCയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. QPrep എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിക്വയർഡ് ആയിട്ടുള്ള ക്യാപ്ച, ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സെറ്റ് തിരഞ്ഞെടുക്കുക. ABCD ഏത് സെറ്റാണോ നമുക്ക് വേണ്ടത് ആ സെറ്റ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഏത് ചോദ്യമാണ് UPSCയുടെ പ്രൊഫഷണൽ കീയിൽ തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് ആ ചോദ്യത്തിലോട്ട് പോവുക. എന്നിട്ട് ആ ചോദ്യത്തിലുള്ള കറക്റ്റ് ആൻസർ, UPSCക്ക് വിപരീതമായിട്ട്, UPSCക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കറക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൻസർ അതിൻ്റെ ഉള്ളിൽ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ബ്രീഫായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കൺസൈസ് ആയിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. വൈ വി ആർ തിങ്കിങ് ദാറ്റ് അവർ ആൻസർ ഈസ് കറക്റ്റ്. UPSCയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിലുള്ള തെറ്റ് കാട്ടിക്കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ആൻസർ കറക്റ്റ് ആവുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടേക്കാണ് ഈ ഡ്രാമ തുടങ്ങുന്നത്. അതായത് നമ്മൾ UPSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ തെറ്റുണ്ടെന്ന് പറയുക മാത്രമല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കൽ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് സബ്സ്റ്റൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്, എവിഡൻസസ് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പറയുന്നത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള PDF ഡോക്യുമെന്റ്സ് കൊടുക്കണമെന്നുമാണ് പറയുന്നത്. അത് 3 അപ് ടു 3 കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ 3 3 വരെ നമുക്ക് കൊടുക്കാം. ഒതന്റിക് ആൻഡ് ക്രെഡിബിൾ ആയിട്ടുള്ള അക്കാഡമിക് സോഴ്സസ് വഴി നമുക്കിതിനെ ചലഞ്ച് ചെയ്യാം.
ഇപ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള അക്കാഡമിക് സോഴ്സസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ NCERT ബുക്സിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ടാണ് UPSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് സഹിതം തെളിവ് സഹിതം കൊടുത്തിട്ട് ചൂണ്ടിക്കാട്ടുക. അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു തെളിവായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേർണൽസ്, ഈ റിസർച്ച് പേപ്പേഴ്സ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് തെളിവായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഒരു തെളിവായിട്ട് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അവരുടെ ആൻസർ കീയിൽ തെറ്റുണ്ടെന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കൽ മാത്രമല്ല, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു അപ്ലോഡ് ഡോക്യുമെന്റ്സ്. ഒതന്റിക് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഈ 3 രൂപത്തിലുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ കാണാം. സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് കൺഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവരും തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ മാർക്ക്, എവ്രി വൺ ഹാവ് ടു ഡു ഇറ്റ്. നമ്മുടെ മാർക്ക് എന്തായിക്കോട്ടെ, ഇപ്പം 120 മാർക്ക് കിട്ടിയ ആളുകൾ, അങ്ങനെ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്തോ, കിട്ടിയ ആളുകൾ, 100 കിട്ടിയ ആളുകൾ, 70 കിട്ടിയ ആളുകൾ, 60 കിട്ടിയ ആളുകൾ, ആരായിക്കോട്ടെ, നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള തെറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് തിരുത്തി കൊടുക്കുക. കാര്യം ഇതൊരു വലിയ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ കുറച്ച് ആളുകൾ ഈ പ്രോസസ്സ് കാരണം തന്നെ ഇന്നാകാം, ഈ പ്രോസസ്സ് കാരണം ചില ആളുകൾ ഔട്ടാകാം. അപ്പോൾ ഇതിന് വലിയൊരു റെലവൻസ് ഈ പ്രാവശ്യം ഉണ്ട്. നിർബന്ധമായിട്ട് നിങ്ങളിത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവ്രി വൺ ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ എന്താണെങ്കിലും UPSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഒരു വലിയൊരു ഡിസ്കഷൻ UPSC അക്കാഡമിക് സർക്കിൾസിൽ ഓപ്പൺ ആകുന്നുണ്ടാവും. ഏതൊക്കെ ചോദ്യങ്ങളാണ് ശരി തെറ്റെന്നുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു അക്കാഡമിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ ഈ തെറ്റുകൾ തിരുത്തി കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും എല്ലാ ആളുകളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കുക. 2, UPSCയുടെ കീഴിൽ തെറ്റുണ്ടെന്ന് തോന്നിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഒതന്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വാട്ട് ടു ഡു നെക്സ്റ്റ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷമുള്ള നമ്മുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കണം? ഏറ്റവും ആദ്യം നമ്മൾ UPSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വരുന്ന ഉടനെ തന്നെ ചെക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തേക്കുന്നത് അക്കാഡമീസിൻ്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കീ ആണ്. അതിൽ തെറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഏത് അക്കാഡമിയുടെ ആൻസർ കീ ചെക്ക് ചെയ്താലും അതിലെന്താണെങ്കിലും തെറ്റ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്താണെങ്കിലും ഒരു പെർസെൻറ്റേജ് ഓഫ് എറർ അതിൻ്റെ ഉള്ളിൽ ഈ എംബഡഡ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് UPSC തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു പോവാം. ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകുന്നത് കട്ട് ഓഫിന് എന്താണെങ്കിലും ബാധിക്കും. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ അഡീഷണലി ശരിയാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നുന്നത് കൃത്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ്. കാര്യം നമ്മൾ തെളിവെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ NCERT ബുക്സ് നോക്കിയിട്ടും ബാക്കിയുള്ള ബുക്സ് നോക്കിയിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരിക. ഒരു അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെയും ഹെൽപ്പ് ഉണ്ടാവും. ഞങ്ങളും ഇതേപോലെ തന്നെ ഫാക്കൽറ്റീസും നമ്മുടെ എൻ്റയർ അക്കാഡമിക് ടീമും ഇതിൻ്റെ പുറകിൽ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാൽക്കുലേറ്റ് യുവർ മാർക്സ് ബേസ്ഡ് ഓൺ ദി പ്രൊഫഷണൽ കീ. അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോട്ടെ, അതൊരു സൈഡിലൂടെ പോയിക്കോട്ടെ. ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, അതെന്താണെങ്കിൽ തന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളതും കൂടി നോക്കുക. അപ്പോൾ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, തെറ്റ് പ്രൊഫഷണൽ കീയിൽ ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട. നിങ്ങളുടെ മാർക്ക് എത്രയാണ് അക്കോർഡിംഗ് ടു ദി പ്രൊഫഷണൽ കീ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതെന്തൊക്കെയാണെങ്കിലും UPSCക്ക് വന്നേക്കുന്ന ആൻസർ കീയിൽ വന്നേക്കുന്ന എറേഴ്സ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് വേറൊരു കാര്യം. ഇത് രണ്ടും സെപ്പറേറ്റ്ലി തന്നെ ചെയ്യുക. രണ്ടിനും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. 2 കാര്യങ്ങളും എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളതാണ്. ഓൾറെഡി അക്കാഡമീസിൻ്റെ ഒക്കെ കട്ട് ഓഫ് പ്രഡിക്ഷൻ വന്നു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നതായിരിക്കും കട്ട് ഓഫ് എന്ന് ചിന്തിക്കുന്നത് എന്നുള്ളത് പറയാം. ഒന്ന്, നമ്മളൊരു ക്ലസ്റ്ററൈസേഷൻ നോക്കുക.
ഒരു ഭൂരിഭാഗം കുട്ടികളുടെ മോർ ദാൻ 50% ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ മാർക്ക് എവിടെയാണ് ക്ലസ്റ്റർ ചെയ്യുന്നത്? അത് കൂടുതൽ ക്ലസ്റ്റർ ചെയ്യുന്നത് ഒരു 65 അടുത്തായിട്ടാണ്. 60 to 65 ആണ് ഭൂരിഭാഗം കുട്ടികളുടെയും ഒരു മാർക്ക് വന്ന് കിടക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് അതിന് മേലെയായിരിക്കും കട്ട് ഓഫ് വരിക. കാര്യം പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണം ആയിരിക്കുമല്ലോ കുറവ്. പാസ്സാകാത്ത അല്ലെങ്കിൽ ഈ ഒരു പ്രിലിംസ് ഫെയിലാകാൻ പോകുന്ന കുട്ടികളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പോൾ ഭൂരിഭാഗം കുട്ടികളുടെ ക്ലസ്റ്റർ ചെയ്യുന്ന മാർക്കായിരിക്കില്ല കട്ട് ഓഫ് വരിക, അതിനേക്കാളും ഒരു 10 മാർക്സിനടുത്ത് കൂടുതലായിരിക്കും. അപ്പോൾ 60 to 65 ഇടയിൽ മെജോറിറ്റി ഓഫ് ദി ആസ്പിറൻസിൻ്റെ മാർക്ക് വരുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് ഷുഡ് ബി മോർ ദാൻ 70 എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് മൈറ്റ് ബി നിയർ ടു 75. ഒരു 70 to 75 ഇടയിലായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വേറൊരു റീസൺ കൂടിയുണ്ട്. വളരെ കൺവിൻസിംഗ്ലി വളരെ ഈസിലി പ്രിലിംസ് പാസ്സാകുന്ന ആളുകളുണ്ട്. അതായത് കട്ട് ഓഫിനേക്കാളും മേ ബി ഒരു 20 to 30 മാർക്സ് മാർജിനിൽ പ്രിലിംസ് പാസ്സാകുന്ന, അതും കൺസിക്യൂട്ടീവായിട്ട് പ്രിലിംസ് പാസ്സാകുന്ന ആളുകളുണ്ട്. ഈവൻ ദെയർ മാർക്സ് ആർ ആക്ച്വലി ലോ ദിസ് ടൈം. ഇപ്പോൾ ഒരു 120 കിട്ടുന്ന ഒരാൾക്ക് 90 ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 100 ക്രോസ് ചെയ്യുന്ന ഒരാൾക്ക് 80 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു 15 to 20 മാർക്സ് എന്താണെങ്കിലും എല്ലാ ആസ്പിറൻസിൻ്റെയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ 95 ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 15 to 20 മാർക്സ് നിങ്ങൾ കുറക്കുക, 20 മാർക്സ് കുറക്കുക. 90 to 95 ആണെങ്കിൽ അതിൽ നിന്ന് 20 മാർക്സ് കുറച്ചാൽ 70 to 75. അപ്പോൾ പല കാരണങ്ങളും കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ 70 to 75 അടുത്ത് കട്ട് ഓഫ് വരുമെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കുക. മോക്ക് ടെസ്റ്റിലെല്ലാം കണ്ടിന്യൂസ്ലി മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ, എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിരുന്ന കുട്ടികളുടെയൊക്കെ മാർക്ക് നിയർ ടു 80 ആണ്. അപ്പം 80 എന്താണെങ്കിലും പ്രിലിംസ് പാസ്സാണ്ട് ഒരു കുട്ടികളുടെ മാർക്ക് ഒരു 80 അടുത്ത് കിടക്കുന്ന സ്ഥിതിക്ക് അതിനേക്കാൾ ഒരു 5 മാർക്ക് കുറവ്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് സംവെയർ അറൌണ്ട് 75, അതൊരു 70 to 75 ഇടയിലായിട്ട് വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CSAT വാസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ദിസ് ടൈം. കഴിഞ്ഞ വർഷങ്ങൾ നോക്കുന്ന സമയത്ത് CSAT കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അങ്ങനെ പറയുമ്പോഴും ഒരു സൈലന്റ് കില്ലർ ആകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കാര്യം കോംപ്രിഹെൻഷനെ മാത്രം റിലേ ചെയ്ത ആളുകൾക്ക് CSAT ടഫാണെന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷെ CSAT കമ്പാരിറ്റീവ്ലി കഴിഞ്ഞൊരു 3-4 കൊല്ലത്തിൽ ബെറ്റർ ആണ് എന്നുള്ളൊരു അഭിപ്രായമാണ് കൂടുതലും വന്നിട്ടുള്ളത്. പക്ഷെ ചില ആളുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് CSATൽ ഈ പ്രാവശ്യം മാർക്ക് പുറകോട്ട് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് ദി കട്ട് ഓഫ് മൈറ്റ് ബി സംവെയർ അറൌണ്ട് 73. നമുക്ക് ആർക്കും ഇത് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഒരു ±2-3 മാർക്സ് വരാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇഫ് യുവർ മാർക്ക് ഈസ് എബോവ് 70, നിങ്ങളുടെ മാർക്ക് 70ക്ക് മേലെയാണെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സമയം ഒട്ടും കളയാതെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പ്രിലിംസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു ഫോളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ മാർക്ക് 70ക്ക് മേലെയാണെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇടയിലുള്ള ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് പഠിക്കാനുണ്ട്, ആൻസർ റൈറ്റിംഗ് കുറേ നാളായിട്ട് പെൻഡിങ് ആണ്, അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുണ്ട്, റിവിഷൻ ചെയ്യാനുണ്ട്, അൺകൺവെൻഷണൽ ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കാൻ പോകുന്ന ഒരു 15 to 20 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ സൂയിസൈഡലായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇഫ് യുവർ മാർക്സ് ഈസ് മോർ ദാൻ 70, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ ആരംഭിക്കുക. അതൊട്ടും സമയം കളയാതെ ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇഫ് യുവർ മാർക്സ് ഈസ് ലെസ് ദാൻ 70, ഇപ്പോൾ 70നേക്കാൾ കുറവെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ കട്ട് ഓഫ് ഒരു 60s ഹയർ എൻഡിലോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 69 വരെയൊക്കെ കട്ട് ഓഫ് പോകുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2023 UPSCയുടെ കട്ട് ഓഫ് 75 വരും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നേയില്ല. ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ കാൻഡിഡേറ്റ്സ്, ഞാൻ 2016 to 20 ആണ് എക്സാംസ് എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല കട്ട് ഓഫ് 70 എത്തും എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ 60 എത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും 60s പോയാലും ചിലപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ 70ക്ക് താഴെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവരെന്താണെങ്കിലും ഈ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അല്ലേ.
എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പ്രത്യേക പൊസിഷനിലായിരിക്കും, ഒരു വലിയ ഡിലമയിലായിരിക്കും അവരെല്ലാവരും ഉണ്ടാകാൻ പോകുന്നത്. ശരിക്കും അവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെടാതിരിക്കുക. ഇപ്പം 2026 ഈ ഒരു പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം വലിയൊരു മിസ്ട്രസ്റ്റ് ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനോടും UPSC എന്ന ഇൻസ്റ്റിറ്റ്യൂഷനോടും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ഒരു പെയിൻ നമ്മളും സഹിക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു എക്സാമിന് ശേഷം. കാര്യം നമ്മൾ പറയുന്ന രൂപത്തിലൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഈ ഒരു പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ആസ്പിറൻസിൻ്റെ സർക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ, UPSCക്കെതിരെ ഈ ഒരു വികാരം വളരെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വളരെ ബ്രൂട്ടലായിട്ട് തന്നെ UPSCക്കെതിരെ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് ഇസ് എ എക്സെപ്ഷണൽ ഇവൻറ്റ്. ഇതിനൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രിലിംസും ഇതുപോലെയാകുമോ, ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് അടുത്ത പ്രിലിംസ് കിട്ടാതാകുമോ എന്നുള്ള തോന്നലുകൾ എസ്പെഷ്യലി ഫ്രഷേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. ആദ്യമായിട്ട് പ്രിലിംസ് എഴുതുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഷോക്കായിട്ടാണ് മാറിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ എക്സെപ്ഷണലായിട്ട് ഡീവിയേഷൻ നടത്തുന്ന രൂപത്തിൽ UPSC മുന്നേയും എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2016 ഞാൻ എൻ്റെ ആദ്യത്തെ പ്രിലിംസ് 2016 കൊടുക്കുന്നത്. അന്ന് നിയർ ടു 40 to 50 മാർക്സ് കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. അതിന് മുന്നേ അങ്ങനെ ഒരു പ്രസിഡൻസ് ഇല്ല. ആ വർഷമാണ് ഇത്രമാത്രം കറണ്ട് അഫയേഴ്സിൽ ഒരു സ്പൈക്ക് കാണുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നോക്കാതെ സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം പഠിച്ചു വന്നേക്കുന്ന ആളുകൾ ആ വർഷം അവർക്ക് വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സിമിലർലി 2023 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. നമ്മൾ ഈ പ്രാവശ്യം പാറ്റേൺ മാറി എന്ന് പറയുമ്പോഴും ഭൂരിഭാഗം ചോദ്യങ്ങൾ നമ്മൾ പൊതുവെ കാണുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നേക്കുന്നത്. എക്സാം ടഫായി മാറിയെന്നേ ഉള്ളൂ. ഭൂരിഭാഗം ചോദ്യങ്ങളും ABCD ഓപ്ഷൻ തന്നെയാണ് വന്നേക്കുന്നത്. ഒരു ഇത്ര പെർസെൻറ്റേജ് ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ വിസിബിൾ ആയിട്ട് മാറുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 2016 പോലെയും 23 പോലെയും ഒരു എക്സെപ്ഷണൽ ഇവൻ്റ് ആണ്. നമ്മൾ ഇത് കണ്ടിട്ട് മുന്നിലോട്ടുള്ള UPSC എക്സാമിനെ വിലയിരുത്തേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ, നെക്സ്റ്റ് ഇയർ UPSC വിൽ ബി ബാക്ക് ടു ബേസിക്സ്. വളരെ ബേസിക്സ് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്സാമായിട്ട് അടുത്ത കൊല്ലം മാറും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും തന്നെയും പ്രതീക്ഷിക്കുന്നത്. സോ ഡോണ്ട് ലൂസ് ഹോപ്പ്. ഇപ്പോൾ ലക്ഷ്മികാന്ത് ഇനി പഠിക്കേണ്ടതുണ്ടോ, സ്പെക്ട്രം ഇനി പഠിക്കേണ്ടതുണ്ടോ, ഹിസ്റ്ററി എവിടെ നിന്നാണ് പഠിക്കുക, അതിന് പഠിക്കേ വേണ്ട, 20 ചോദ്യം വിട്ടുകളയാം, ഈ രീതിയിലുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള റെസ്പോൺസസ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ട്രസ്റ്റ് ദി പ്രോസസ്. നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണെങ്കിലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അല്ലേ? സംവെയർ അറൌണ്ട് 13,000 സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ക്വാളിഫൈ ദ പ്രിലിംസ്. അത് നിർബന്ധമായിട്ടും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും പഠിച്ച കുട്ടികൾക്ക് തന്നെയാണ് ഇപ്പോഴും ഈ 70+ മാർക്കുള്ളത്. സോ അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു സ്റ്റഡി. അപ്പോൾ സ്റ്റാർട്ട് അഗെയിൻ. അതാണ് എനിക്ക് 70 മാർക്സ് ഇല്ലാത്ത ആളുകളോട് പറയാനുള്ളത്. ചെറിയൊരു ബ്രേക്ക് എടുക്കുക, ആ ട്രോമയിൽ നിന്നൊന്ന് കരകയറുക, ബട്ട് സ്റ്റാർട്ട് പ്രിപ്പയറിങ് അഗെയിൻ. നമുക്ക് എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഓപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടാവും. എന്താണെങ്കിലും മെയിൻസിന് ഏതെങ്കിലും ഏരിയാസ് പഠിക്കാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടാവും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞായിരുന്നു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നത് വെറുതെ തോന്നുന്നതാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് എന്താണെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പഠിക്കാം. മേ ബി ഈ പ്രാവശ്യത്തെ പ്രിലിംസ് പോകുന്നത് ഒരു നല്ലൊരു റാങ്കിൽ അടുത്ത കൊല്ലം കയറി പറ്റാനായിരിക്കാം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെയൊക്കെ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇതൊരു ഡീവിയേഷൻ ആയിരുന്നു UPSC എടുത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സി യു അഗെയിൻ. താങ്ക് യു.